നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം കേരളത്തിലേക്കും. ചോർന്ന മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്നാണ് കണ്ടെത്തൽ. 5 സംസ്ഥാനങ്ങളിൽ നിന്നായി ഇതുവരെ 50ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റദ്ദാക്കിയ പരീക്ഷ വീണ്ടും നടത്താനുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്ന് NTA അറിയിച്ചു. അജയ് സുധാ വിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, 22 ലക്ഷം വിദ്യാർത്ഥികളുടെ രാവും പകലുമുള്ള കഷ്ടപ്പാടിന്റെ ഫലമാണിപ്പോൾ അനിശ്ചിതത്വത്തിലായി നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ കേരളത്തിലേക്കും അന്വേഷണം എത്തുന്നു എന്നറിയുന്നു. കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇനി പരീക്ഷാ തീയതി ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അടുത്ത പരീക്ഷാ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് NTA അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് വിതരണവും അതുപോലെ മറ്റ് വിവരങ്ങളെല്ലാം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഇതുവരെയുള്ള വിവരം. ഈ പരീക്ഷ റദ്ദാക്കിയതിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങളാണ് ഡൽഹിയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും ഉൾപ്പെടെ അരങ്ങേറിയത്. ഇവിടെ കേരളത്തിലടക്കം പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും പ്രതിഷേധങ്ങൾ അടങ്ങിയിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ആരംഭിക്കും. കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇതിനോടകം തന്നെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 2014 ഇതുപോലൊരു വിഷയം വന്നപ്പോൾ ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അത് അന്ന് സഭയിൽ അടക്കം ഉന്നയിച്ച വിഷയമായിരുന്നു. ഇപ്പോഴിത് വീണ്ടും ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച റിപ്പോർട്ട് ചെയ്തത് അത് നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ രാജസ്ഥാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ അന്വേഷണത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കേസ് CBIയുടെ പരിഗണനയിലാണ്. എങ്കിലും രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം, സാധാരണഗതിയിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടാകുന്നത് ഈ പേപ്പർ പ്രിന്റ് എടുത്തതിന് ശേഷം വിതരണത്തിനായി കൊണ്ടുപോകുന്ന ആ അവസരത്തിലാണ് ഈ ചോർച്ച നടക്കാറുള്ളത്. പക്ഷേ ഇവിടെ ചോർച്ച നടന്നിട്ടുള്ളത് പ്രിന്റിങ്ങിനായി കൊടുത്ത ആ പ്രസ്സിൽ നിന്ന് തന്നെയാണ് ഈ ചോർച്ച ഉണ്ടായതായിട്ടാണ് വിവരമുള്ളത്. അതായത് ഈ ചോദ്യപേപ്പറിന്റെ കൈയെഴുത്ത് പ്രതിയാണ് ഇപ്പോൾ ആദ്യം പല തരത്തിൽ പ്രചരിച്ചതെന്നാണ് ഈ പോലീസിന്റെ കണ്ടെത്തൽ. നാസിക്കിലാണ് ഇത്തവണ ഈ ചോദ്യപേപ്പറിന്റെ പ്രിന്റിംഗ് നടന്നത്. ഈ നാസിക്കിലുള്ള ഈ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് അതൊരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടുള്ള ശുഭം കാർണിയാർ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ലഭിക്കുന്നു. ഈ കുട്ടിയിൽ നിന്ന് അത് പിന്നീട് ഹരിയാനയിലുള്ള ഒരു ഡോക്ടറിലേക്ക് അത് എത്തുകയായിരുന്നു. അതായത് കൊറിയർ മാർഗമാണ് ഹരിയാനയിലുള്ള ഒരു ഡോക്ടറിലേക്ക് ഈ ചോദ്യപേപ്പർ എത്തുന്നത്. ഈ ഡോക്ടറിൽ നിന്ന് ഈ ചോദ്യപേപ്പർ പിന്നീട് കേരളത്തിൽ പഠിച്ചിരുന്ന രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുകയായിരുന്നു. ഈ വിദ്യാർത്ഥി പിന്നീട് ഈ ചോദ്യപേപ്പർ തൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥിക്ക്, അതായത് രാജസ്ഥാനിലുള്ള സിക്കാറിലുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് കൈമാറുന്നു. ഇയാൾ മെഡിസിൻ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷേ ഇയാളുടെ പിതാവ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ നടത്തുന്ന ഒരു ഹോസ്റ്റലിൻ്റെ ഒരു വാർഡനാണ്. അപ്പോൾ ഇയാൾക്ക് ഈ വിദ്യാർത്ഥി ഈ ചോദ്യപേപ്പർ പിന്നീട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ വഴിയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച വലിയ രീതിയിൽ നടന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാകുന്നത്. മനീഷ് യാദവും അതുപോലെ തന്നെ രാജേഷ് കുമാർ എന്ന് പറയുന്ന 2 പേരാണ് ഇതിൻ്റെ സൂത്രധാരന്മാരായിട്ട് പ്രവർത്തിച്ചതെന്നാണ് വിവരമുള്ളത്. ഈ ചോദ്യപേപ്പർ ചോർച്ച 2 ദിവസം മുൻപ് വരെ ഈ ചോദ്യപേപ്പർ ഏതാണ്ട് 5 ലക്ഷം രൂപയ്ക്ക് വിറ്റിരുന്നു. അതുപോലെ ഈ പരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഏതാണ്ട് 20,000 രൂപയ്ക്ക് വരെ ഇത് കച്ചവടം നടത്തിയിരുന്നതായിട്ടാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തുന്നത്. 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപയ്ക്ക് വരെ 2 ദിവസം മുൻപ് ഇത് വിറ്റിരുന്നു. ഇത് നിരവധി വിദ്യാർത്ഥികൾക്ക്, ഈ ഹോസ്റ്റൽ വാർഡനിലേക്കും അതുപോലെ തന്നെ ഒരു കോച്ചിങ് സെൻറ്റർ തലവനിലേക്കും ഈ ചോദ്യപേപ്പർ എത്തിയതിന് ശേഷം ഇവർ വഴിയാണ് ഇത് വ്യാപകമായി പല ആളുകളിലേക്കും എത്തിയത്. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹരിയാന, അതുപോലെ മഹാരാഷ്ട്ര, ബീഹാർ, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മൊത്തം 50ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന് പുറമെ ജമ്മു കാശ്മീരിലേക്ക് ഉൾപ്പെടെ ഇതിൻ്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ കണ്ണികൾ വരും ദിവസങ്ങളിൽ പിടിയിലാകും എന്നാണ് ഇപ്പോൾ നിലവിൽ വിവരമുള്ളത്. CBI ആണ് ഇപ്പോൾ ഈ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.